അതാ കോരി എടുക്കുന്ന കൃഷ്ണമണിയല്ലോ. ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ആ കൈരളി ടിവിയിലെ താത്ത് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കുക്കറി ഷോ സെറ്റ്. പക്ഷേ പഠിച്ചോന്റെ സോറി ഗൈസ്, പഠിച്ചോന്റെ കടാകൃഭാഷം കൊണ്ട് എനിക്ക് തിന്നാനുള്ള കഴിവ് മാത്രമേ പഠിച്ചോൻ തന്നിട്ടുള്ളൂ. ബട്ട് എനിക്ക് ആ പരിപാടി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇന്നൊരു മക്രോണി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം 2 സവാളകൾ എടുക്കുക, എന്നിട്ട് കുഞ്ഞുനാന്ന് കട്ട് ചെയ്യും. ഉള്ളിന്റെ പീല് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. കത്തി കൊണ്ട് ഉള്ളിന്റെ മേലെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഉള്ളിയും പീലും ഒക്കെ പാടി ഇങ്ങോട്ട് വലിക്കുക. ഒരു 1/4 കിലോ ഉള്ളി പുറത്ത് പോവെങ്കിലും പെട്ടെന്ന് പണിയിരും. ബട്ട് വൺ തിങ്, വീട്ടിലുള്ള നിങ്ങൾ ഗൃഹനാഥച്ചി കാണാതിരിക്കുക. ഐ മീൻ യുവർ മദർ. കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നോമ്പിന് നിങ്ങൾക്ക് തിന്നാൻ തന്നിട്ട് അഞ്ചൊരു നാൾ നിങ്ങൾ പിടിച്ചടക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ വേണം. എനിക്ക് ഇന്നെ തന്നെ നല്ല വിശ്വാസമായതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വിനാഗിരി ഇട്ടിട്ട് കുറച്ച് സമയത്തേക്ക് റെസ്റ്റിനെ അങ്ങോട്ട് ഇട്ടോളി. നെക്സ്റ്റ് നമ്മളൊരു പാൻ എടുക്കുക, ഓയിലേക്ക് ഈ ചിക്കൻ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഞാൻ എപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെന്നാലും ഇപ്പുറത്തുനിന്ന് വേറെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ഇന്റെതെങ്ങാനും പാളിയാലോ ഓരോ ഭർത്താവ് പട്ടിണിയാവുമല്ലോ, അതിനുള്ള ട്രിക്കാ. നമ്മൾ അതിലൊന്ന് പതറെടുത്ത് കൈസ്, നമുക്ക് ഉള്ളി വാട്ടിയാൽ മതി. ഉള്ളി ഒന്ന് വാടുമ്പോൾ കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുനുകുനാന്നേരുന്ന ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. അവർ ചെറുതായിട്ടൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, കുറച്ച് മല്ലി ലീഫ്. അതിന്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ടിട്ട് പിഞ്ച് ഓഫ് സാൾട്ട് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. അതിന്റെ മേലെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച മക്രോണും കൂടി ഇട്ടിട്ട് എല്ലിട്ട് അങ്ങോട്ട് ഇളക്കുക. മൂപ്പര് കാണാൻ നല്ല മുഞ്ചില്ലേ, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പാ കൊടുത്തത്. കുറച്ചും കൊണ്ട് ഉപ്പാന്റെ കണ്ണൊക്കെ ചോന്നിട്ട് ഞാൻ തൊണ്ടി മുതൽ ഒളിപ്പിച്ചു കേട്ടോ. അപ്പൊ ശരി, ബൈ.